നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. കുട്ടനല്ലൂർ സെന്ററിലെ രൂക്ഷമായ ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് BJP കുട്ടനല്ലൂർ ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ജനകീയ ധർണ BJP സംസ്ഥാന കൌൺസിൽ അംഗം സുന്ദരരാജൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി മുട്ടിക്കൽ സെന്ററിനു സമീപം കാട്ടുപന്നി കുറുകെ ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം തെറ്റിയ ടെമ്പോ ട്രാവലർ മരത്തിലിടിച്ച് യാത്രക്കാരായ 15 പേർക്ക് പരിക്കുപറ്റി. മണ്ണുത്തി സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ ഊട്ടുതിരുനാളിനോടനുബന്ധിച്ച് ലോക രക്തദാന ദിനമായ ഇന്ന് IMA ബ്ലഡ് ബാങ്കുമായി സഹകരിച്ച് ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് നടത്തി. വിശദമായ വാർത്തകളിലേക്ക്. കുട്ടനല്ലൂർ സെന്ററിലെ രൂക്ഷമായ ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് BJP കുട്ടനല്ലൂർ ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ജനകീയ ധർണ BJP സംസ്ഥാന കൌൺസിൽ അംഗം സുന്ദരരാജൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കുട്ടനല്ലൂർ സെന്ററിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ഡിവിഷൻ കൺവീനർ KR സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. യാത്രാ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് ആശ്വാസം നൽകാൻ ബന്ധപ്പെട്ട അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ സുന്ദരരാജൻ മാസ്റ്റർ ആവശ്യപ്പെട്ടു. BJP നേതാക്കളായ വിപിൻ ഐനിക്കുന്നത്ത്, നിതിൻ ശ്രീനിവാസൻ, സന്തോഷ് കാക്കനാട്, പുഷ്കരൻ കാക്കനാട്, സുരേന്ദ്രൻ ഐനിക്കുന്നത്ത്, നിമേഷ്, സുശാന്ത് ഐനിക്കുന്നത്ത് എന്നിവർ സംസാരിച്ചു. കുട്ടനല്ലൂർ സെന്ററിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ ത്വരിത നടപടികൾ വേണമെന്നും BJP പ്രവർത്തകർ ആവശ്യപ്പെട്ടു. മണ്ണുത്തി സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ ഊട്ടുതിരുനാളിനോടനുബന്ധിച്ച് ലോക രക്തദാന ദിനമായ ഇന്ന് IMA ബ്ലഡ് ബാങ്കുമായി സഹകരിച്ച് ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് നടത്തി. ബ്ലഡ് ഡൊണേഷൻ ആൻഡ് ഡയാലിസിസ് കൺവീനർ ഗ്രീൻസ് ഷൈജു ക്യാമ്പിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തു. വികാരി ഫാദർ ഡേവിസ് ചെറമൽ ഉദ്ഘാടനം നിർവഹിച്ചു. 50ഓളം പേർ ക്യാമ്പിൽ രക്തദാനം നടത്തി. IMA ബ്ലഡ് ബാങ്ക് മെഡിക്കൽ ടീം, അസിസ്റ്റന്റ് വികാരി ഫാദർ ജോൺ പുത്തൂർ, ട്രസ്റ്റിമാരായ ആന്റോ വടക്കുംപാടൻ, ലിയോ ആലപ്പാട്ട്, തോമസ് ഇടമട്ടത്തിൽ, പിയൂസ് ചാലിശ്ശേരി, തിരുനാൾ ജനറൽ കൺവീനർ ജോയ് പാറയ്ക്കൽ, മറ്റു കൺവീനർമാർ, തിരുനാൾ കമ്മിറ്റി അംഗങ്ങൾ, ഇടവക ജനങ്ങൾ എന്നിവരും സന്നിഹിതരായിരുന്നു. Can possible, they can do blood donation in whatever way is possible. Every criteria should be fulfilled. Every 3 months or 4 months for the donor, blood donation should be done for everyone. ക്യാമ്പ് നടത്താനായിട്ട് വന്നിരിക്കുന്നത് IMA ബ്ലഡ് ബാങ്ക് ടീമാണ്. നമുക്ക് വന്നിട്ടുള്ള ഡോക്ടർ നിഹാർ, അതിനോടൊപ്പം വന്നിട്ടുള്ള ടെക്നീഷ്യൻസ്, സ്റ്റാഫ് നഴ്സ്, ഇത്രയും പേരുള്ള ഈ ടീമിനെ ഈ ക്യാമ്പിലേക്ക് സന്തോഷം സ്വാഗതം ചെയ്യും. ഡോക്ടർ നിഹാർ, മറ്റ് സഹപ്രവർത്തകരെ, ഏറ്റവും നല്ലവരായ കൈക്കാരന്മാരെ, മറ്റ് വിശിഷ്ട അതിഥികളെ, രക്തദാനം മഹാദാനം, അതാണ് ആപ്തവാക്യം. നമ്മളിവിടെ മണ്ണുത്തിയിലെ സാധാരണ അന്തോണിസുകാരുടെ തിരുനാളിൻ്റെ തുടർച്ചയായിട്ട് ചെയ്യുന്നൊരു പ്രോഗ്രാമാണ് രക്തദാനം. ഇവിടെ വലിയൊരു ഊട്ടുസദ്യ നടക്കും. അതോടനുബന്ധിച്ച് തന്നെ കടന്നു വരുന്നവരെ രക്തം കൊടുക്കുക എന്നുള്ള ഒരു പതിവ് ഇവിടെ നിലവിലുണ്ട്. ആ പതിവ് അനുസരിച്ചാണ് ഇന്നേ ദിനത്തിൽ ഇവിടെ ഈ രക്തദാന ക്യാമ്പ് വച്ചിരിക്കുന്നത്. ഇത് ജൂൺ 14 എന്ന് പറയുമ്പോൾ തരത്തിൽ രക്തദാന ദിനമായിട്ട് ആചരിക്കുന്നൊരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഈ ദിനം ഈ പ്രോഗ്രാം നടത്തുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉചിതമായ ഒരു കാര്യമാണ്. നമ്മുടെ ഇടവയിൽ നിന്നും ചുറ്റുപാടുമുള്ള ഇന്നും അപ്രകാരം തന്നെ സംഭവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിനുവേണ്ട എല്ലാ ആശംസകളും വിജയങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. സിനിമകൾ സന്ദേശമാകണമെന്ന് സംവിധായകൻ സത്യൻ അന്തിക്കാട്.
കലയും സാഹിത്യവും ജീവിത മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നതാകണം. സമൂഹത്തിന് ഉത്തമമായ സന്ദേശം നൽകുമ്പോഴാണ് ആ ദൌത്യം പൂർത്തിയാകുന്നതെന്ന് സംവിധായകനും എഴുത്തുകാരനുമായ സത്യൻ അന്തിക്കാട് അഭിപ്രായപ്പെട്ടു. തൃശൂർ ലിറ്റററി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ചേറൂർ സാഹിതിയിൽ സംഘടിപ്പിച്ച സിനിമാരവങ്ങൾ പ്രദർശന സംവാദ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രശസ്ത തിരക്കഥാകൃത്തും സംവിധായകനും അവതാരകനുമായ ഹരി പി നായർ രചനയും സംവിധാനവും നിർവഹിച്ച 1 ഷോർട്ട് ഫിലിമിന്റെ പ്രദർശനോദ്ഘാടനവും കജടതബ, പുഞ്ചിരിക്ക് പരസ്പരം എന്നീ ഷോർട്ട് ഫിലിമുകളുടെ പ്രദർശനവും പ്രഭാഷണങ്ങളും സംവാദവും ഉൾപ്പെട്ട സിനിമാരവങ്ങളിൽ എഴുത്തുകാരനും തൃശൂർ ലിറ്റററി ഫോറം പ്രസിഡന്റുമായ കെ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി. പ്രശസ്ത ചലച്ചിത്ര സംവിധായകനും എഴുത്തുകാരനുമായ MD രാജേന്ദ്രൻ, ചലച്ചിത്ര താരങ്ങളായ സുനിൽ സുഗത, രഞ്ജിത മേനോൻ, നന്ദകിഷോർ എന്നിവരും വിവിധ വിഷയങ്ങളിൽ പ്രഭാഷണങ്ങൾ അവതരിപ്പിച്ചു. ഹരി പി നായർ അവലോകനവും സാഹിതി ഡയറക്ടർ അപർണ ബാലകൃഷ്ണൻ കൃതജ്ഞതയും രേഖപ്പെടുത്തി. ഡോക്ടർ സരസ്വതി ബാലകൃഷ്ണൻ, MD രത്നമ്മ, കെ രഘുനാഥൻ, മോഹൻദാസ് പാറപ്പുറത്ത് തുടങ്ങിയ നിരവധി പ്രമുഖർ സംബന്ധിച്ചു. ഒരു മുറിയുണ്ട് അവിടെ, ഒരു BG മാരാമല്ലോ എന്ന് പറഞ്ഞൊരു എഴുത്തുകാരൻ മറ്റേ അധികാര FICയിൽ വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റൂമിലാണ് ഒരു 10-20 പേര് കൂടി ചേരും. എല്ലാ ദിവസവും നമ്മൾ ആ ആഴ്ചകൾ എഴുതിയ കഥകൾ, കവിതകൾ വായിക്കും. നമ്മൾ വായിച്ച കഥകളെ പറ്റി ഡിസ്കസ് ചെയ്യും. എരുമപ്പെട്ടി മുട്ടിക്കൽ സെന്ററിനു സമീപം കാട്ടുപന്നി കുറുകെ ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം തെറ്റിയ ടെമ്പോ ട്രാവലർ മരത്തിലിടിച്ച് യാത്രക്കാരായ 15 പേർക്ക് പരിക്കുപറ്റി. ഞായറാഴ്ച പുലർച്ചെയോടെ വടക്കാഞ്ചേരി ഗുരുവായൂർ സംസ്ഥാന പാതയിൽ എരുമപ്പെട്ടി മുട്ടിക്കലിലാണ് അപകടം നടന്നത്. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് പോയിരുന്ന പാലക്കാട് സ്വദേശികൾ സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. പാലക്കാട് സ്വദേശികളായ രഞ്ജിത്ത്, അശ്വിൻ, നേത്ര, ബാലസുബ്രഹ്മണ്യൻ, കണ്ണൻ, അനുശ്രീ, സുവർണ എന്നിവരെ എരുമപ്പെട്ടി ആക്ട്സ് ആംബുലൻസിലും സുകുമാരി, ലത, വിനോദ്, സുമതി, ഭാഗ്യവ്, ദീപ്ത, ഭരത്, രത്നകുമാർ എന്നിവരെ വടക്കാഞ്ചേരി ആക്ട്സ് ആംബുലൻസിലും വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സാരമായി പരിക്കുപറ്റിയ സുവർണ, രഞ്ജിത്ത്, വിനോദ്, ബാലസുബ്രഹ്മണ്യൻ, സുകുമാരി എന്നിവരെ പിന്നീട് തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ഇനിയൊരു ഇടവേള. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ, വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ജനറൽ പ്രാക്ടീഷണർ ആൻഡ് പ്രമേഹ രോഗ വിദഗ്ധൻ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:45 മുതൽ 10:45 വരെ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് MediPlus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487-237-2374, മൊബൈൽ 790227-2374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. വാർത്തകൾ തുടരുന്നു. സൗജന്യ ഡയബറ്റിക് ഫുഡ് കെയർ ക്യാമ്പ് നടത്തി.
സ്കാബ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിലാണ് വിദഗ്ധ ഡോക്ടർമാരെ പങ്കെടുപ്പിച്ച് സൗജന്യ ഡയബറ്റിക് ഫുഡ് കെയർ ക്യാമ്പ് നടത്തിയത്. സെന്റ് തോമസ് കോളേജ് മെഡ്ലിക്കോട്ട് ഹാളിൽ സീനിയർ പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ എം വി രാമൻ ഉദ്ഘാടനം നിർവഹിച്ചു. അത്യാധുനിക പോഡോഗ്രാഫ് അനലൈസർ ഉപയോഗിച്ചുള്ള കാലുകളുടെ സമഗ്ര പരിശോധന സൗജന്യമായി നടത്തുന്നത് തൃശൂരിൽ ആദ്യമായിട്ടാണ്. ഡോക്ടർ ആന്റോ ഫ്രാൻസിസ്, ഡോക്ടർ മെൽവിൻ തമ്പി, ഡോക്ടർ അൻലിജിത്ത് വി ജി, ഡോക്ടർ ഗോപികാജിത്ത്, ഡോക്ടർ ക്രിസ്റ്റഫർ അഗസ്റ്റിൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കാലുകളുടെ സംരക്ഷണത്തിലൂടെ പ്രമേഹം നിയന്ത്രിക്കാനായി രോഗികൾക്ക് അവബോധം നൽകുകയാണ് ലക്ഷ്യം. പോഡോഗ്രാഫ് അനലൈസർ ഉപയോഗിച്ച് കാൽപാദത്തിലെ പ്രഷർ പോയിന്റ് കണ്ടെത്തി പ്രഷർ മാറ്റാൻ പ്രത്യേക ചെരിപ്പുകൾ ധരിക്കുന്നതിലൂടെ പ്രമേഹം നിയന്ത്രിക്കാം. അശ്വനി, ആത്രേയ, സീമാർ, സൺ മെഡിക്കൽ റിസർച്ച് സെന്റർ, വെസ്റ്റ്ബോർഡ് എന്നീ ആശുപത്രികളുടെ സഹകരണത്തോടെ ക്യാമ്പിൽ ഫുഡ് പ്രോ സൊല്യൂഷൻസ് നിർമ്മിക്കുന്ന ഡയബറ്റിക് ഓർത്തോ കസ്റ്റമൈസ്ഡ് ചെരുപ്പുകൾ രോഗികൾക്ക് നൽകി. ഡയബറ്റിസ് വ്യത്യാസമുണ്ട്, ടൈപ്പ് 1 അത് വ്യത്യാസമുണ്ട്, അതിൽ പഠിക്കുന്നില്ല. ഈ 24-55 വയസ്സായപ്പോഴേക്കും അത് അഷ്ടപൂർത്തിയാവാതെ മരിക്കുകയും ചെയ്യും, കാലുകൾ മുറിച്ച് പോകാറുമുണ്ട്. ഇന്ന് അതല്ല, സാധാരണ ഭിക്ഷക്കാർക്ക് വരെ ഡയബറ്റീസ് വരുന്നുണ്ട്. അവർക്ക് ഭക്ഷണം കൂടുതലാണ്, അത്ര എക്സസൈസ് ഇല്ല, ലൈഫ് സ്റ്റൈൽ ഡിസീസാണ് കൂടുതൽ, എല്ലാ ലെവലിലും ഉണ്ട്. കേരളം പണ്ട് ചൈനയായിരുന്ന ലോകത്തിലെ ഏറ്റവും അധികം ഡയബറ്റീസുകൾ, ഇപ്പോൾ ഇന്ത്യയാണ്, അതിൻ്റെ ക്യാപിറ്റൽ കേരള ആയിട്ടുണ്ട്. ആ സ്ഥിതിയിൽ ഇത് കൂടിക്കൊണ്ടുവരികയാണ്. മനുഷ്യൻ കൂടുതൽ ശ്രദ്ധിച്ച് ഇതിൻ്റെ കാല് കണ്ണുകൊണ്ട് നോക്കിയിരുന്നില്ല എങ്കിൽ പ്രോബ്ലം ഉണ്ടാവും. പക്ഷേ വ്യത്യാസം വെച്ചാൽ ചികിത്സ വളരെ ഇമ്പ്രൂവ് ചെയ്തു. പണ്ടത്തെ മാതിരി പണ്ട് ഓപ്പറേഷൻ കുറവാണ്, ഡയബറ്റീസ് രോഗികൾ കുറവാണ്, കാല് മുറിച്ച് കളയുന്നത് വളരെ കൂടുതലായിരുന്നു. എല്ലാ ആഴ്ചയും മെഡിക്കൽ കോളേജിൽ 3 or 4 കാലുകൾ മുറിക്കുന്നുണ്ടാവും. ഇന്നിപ്പോൾ ഒരു മാസത്തിൽ ഒരെണ്ണം ഉണ്ടാവുള്ളൂ ഈ ഡയബറ്റീസ്. അല്ലെങ്കിൽ ആക്സിഡൻറ്റ് ഒഴിവാക്കി കഴിഞ്ഞാൽ വളരെ കുറവാണ്. അത് മുഴുവൻ ഇതുകൊണ്ടാണ് രക്ഷപ്പെടുന്നത്. ചിലവ് കൂടും, അത് വൃത്തിയില്ല, എല്ലാ ചികിത്സകളിലും ചിലവ് കൂടിയിട്ടുണ്ട്, മെച്ചപ്പെടുന്നുണ്ട്. ഈ ഡോക്ടർ അനിലിത്തും അദ്ദേഹത്തിൻ്റെ ഡോക്ടർ ആൻഡോ അദ്ദേഹത്തിൻ്റെ കളീഗ്സും കൂടി ഇങ്ങനെ ഒരു ബോധവൽക്കരണം നടത്തേണ്ടത് അത്യാവശ്യമാണ്, മറ്റുള്ളവർക്കും വേണം. അതല്ലെങ്കിൽ ഇത് ഒരു കാര്യമായ ആരോഗ്യ പ്രശ്നം തന്നെയാണ് ഡയബറ്റിക് ഫുഡ്. ഇത്രയും പറഞ്ഞ് എല്ലാ ആശംസകളും എൻ്റെ വാക്കുകൾ. റൈറ്റ് ടൈം റൈറ്റ് ചോയ്സ് എന്ന പേരിൽ കരിയർ ഗൈഡൻസ് ക്യാമ്പും SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കലും സംഘടിപ്പിച്ചു. പാണഞ്ചേരി പഞ്ചായത്ത് 13ാം വാർഡ് മെമ്പറും പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ സീന വർഗീസിന്റെ നേതൃത്വത്തിൽ റൈറ്റ് ടൈം റൈറ്റ് ചോയ്സ് എന്ന പേരിൽ കരിയർ ഗൈഡൻസ് ക്യാമ്പ് സംഘടിപ്പിച്ചു. KFRI സോയിൽ സയൻസ് ഹെഡ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സീനിയർ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ സന്ദീപ് S ഉദ്ഘാടനം നിർവഹിച്ചു. കേരളം അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി റിസർച്ച് സ്കോളർ അനുരാജ് PR, അക്കാദമിക് കൌൺസിലർ ഡിംപിൾ ജോയ് എന്നിവർ ക്ലാസ്സെടുത്തു. ചടങ്ങിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ആദരിച്ചു. യോഗത്തിൽ സീന വർഗീസ് അധ്യക്ഷത വഹിച്ചു. പൊതുപ്രവർത്തകനും KPCC ജനറൽ സെക്രട്ടറിയുമായ ഷാജി J കോടങ്കണ്ടത്ത് ആദരണീയ പരിപാടി ഉദ്ഘാടനം ചെയ്തു. PG വൈൽഡ് ലൈഫ് വാർഡൻ രഞ്ജിത്ത് MK മുഖ്യപ്രഭാഷണം നടത്തി. പാണഞ്ചേരി പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ KP എൽദോസ്, ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ രാജേഷ്, NGO അസോസിയേഷൻ അയ്യന്തോൾ ബ്രാഞ്ച് പ്രസിഡന്റ് PR രാജേഷ്, ബ്ലോക്ക് മെമ്പർമാരായ KC അഭിലാഷ്, മിനി ജിജോ, മുൻ പഞ്ചായത്ത് അംഗങ്ങളായ ഷൈജു കുര്യൻ, ബാബു തോമസ്, ആദരണീയം കമ്മിറ്റി അംഗങ്ങളായ ജേക്കബ് PD, സോണി സേവ്യർ, സനൽ സണ്ണി, വിൻസെന്റ് PD എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. ഫാദർ ഫ്രാൻസിസ് ആലപ്പാട്ടിന് തൃശൂർ പൗരാവലിയുടെ പ്രണാമം. കേരളത്തിലെ ജനഹൃദയങ്ങളിൽ നിറഞ്ഞു നിന്ന വൈദികൻ ഡോക്ടർ ഫ്രാൻസിസ് ആലപ്പാട്ടിന് തൃശൂർ പൗരാവലിയുടെ പ്രണാമം. ജൂൺ 13 ശനിയാഴ്ച സാഹിത്യ അക്കാദമി ഓഡിറ്റോറിയത്തിൽ രാജൻ J പല്ലൻ MLA ഉദ്ഘാടനം ചെയ്തു. ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് സ്ഥാപക ഡയറക്ടറായ ഫാദർ ഫ്രാൻസിസ് ആലപ്പാട്ട്
തൃശൂർ പൂരാഘോഷം മതസൗഹാർദ്ദത്തിന്റെ മഹനീയ അവസരമാക്കി മാറ്റാൻ നേതൃത്വം നൽകിയ മഹാത്മാവാണ് എന്ന് MLA രാജൻ ജെ പല്ലൻ അഭിപ്രായപ്പെട്ടു. മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ അധ്യക്ഷയായിരുന്നു. തന്റെ മേയർ സ്ഥാനം ജീവകാരുണ്യ പ്രവർത്തനത്തിന് ഒരു ഉപാധി കൂടിയാക്കാൻ പ്രചോദനമായത് ഫാദർ ആലപ്പാട്ടാണ് എന്ന് മേയർ അനുസ്മരിച്ചു. ബിഷപ്പ് മാർ ബോസ്കോ പുത്തൂർ, ഫാദർ ഡോക്ടർ ദേവസി പന്തല്ലൂക്കാരൻ, ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ്, ഡെപ്യൂട്ടി മേയർ A. പ്രസാദ്, മുൻ മേയർ MK വർഗീസ്, സീനിയർ പത്രപ്രവർത്തകരായ PA കുര്യാക്കോസ്, E. സലാഹുദ്ദീൻ, ആന്റണി പോട്ടോക്കാരൻ, പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി G. രാജേഷ്, കൌൺസിലർ കരോളി ജോഷുവ, സോണി ചെമ്മണ്ണൂർ തുടങ്ങി സാംസ്കാരിക രാഷ്ട്രീയ നേതാക്കൾ പ്രസംഗിച്ചു. 1995 ഡിസംബർ 27 കുണ്ടുകുളം പിതാവിനാണ് പൗരോഹിത്യം സ്വീകരിച്ചത്. വിവിധ ഇടവകളിൽ അച്ഛനായും വികാരിയച്ഛനായും അദ്ദേഹം പ്രവർത്തിച്ചു. വികാരി ജനറലായി പ്രവർത്തിക്കാൻ സാധിച്ചു. ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ 12 വർഷക്കാലം അദ്ദേഹം സേവനം ചെയ്തു. ആ സേവനം ചെയ്ത കാലഘട്ടത്തിലാണ് ജൂബിലി മെഡിക്കൽ കോളേജും നഴ്സിംഗ് കോളേജും ഉണ്ടായി എന്നത് തൃശ്ശൂരിനെ, തിരുപ്പതിക്ക് മാത്രം തൃശ്ശൂരിനെ അഭിമാനകരമായ ഒരു നേട്ടം കൂടിയിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. സെന്റ് തോമസ് കോളേജിലെ ബിരുദാനന്തര ബിരുദം പഠിച്ചതിന് ശേഷം അദ്ദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിരവധി സംഘടനകളിൽ ഞാൻ എണ്ണം പറയാൻ വേണ്ടി 1-2 എണ്ണിയപ്പോൾ 20-ൽ കൂടുതൽ തൃശ്ശൂരിലേക്ക് പോയിരുന്നത് ആലപ്പാടച്ഛന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് എന്നുള്ളത് ഈ അവസരം ഉപയോഗിക്കുക. പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. 8/4/2026 അദ്ദേഹം നമ്മളോട് വിട പറഞ്ഞു. അച്ഛന്റെ കണ്ണുകളും ദാനം ചെയ്ത് നമുക്കറിയാം. അച്ഛനെ പോലെ ഒരാൾ മാത്രമേ ഉള്ളൂ, ആലപ്പാട്ടത്തിനെ പോലെ പകരം വയ്ക്കാൻ ആലപ്പാട്ടത്തിന് മാത്രമേ ഉള്ളൂ എന്ന കാര്യം സൂചിപ്പിക്കുന്നു. ഒപ്പം തന്നെ മറ്റൊരു കാര്യം, തൃശ്ശൂരിൽ മതസൗഹാർദ്ദത്തിന് ഒരു സിഗ്നേച്ചർ ഇട്ട ഒരാളാണ് ഡോക്ടർ ആലപ്പാട്ട് അച്ഛൻ. എന്താണ്? പാറമേക്കാവ് തിരുമ്പാടിയുടെ ഭാഗമായി ഇന്ന് പിതാക്കന്മാര് പൂരത്തിന് പാറമേക്കാവ് തിരുമ്പാടി സന്ദർശനം നടത്തുന്നത്, പ്രദർശനം കാണുവാനും അവസരം ഉണ്ടാക്കിയത്. ആ ഒരു മതസൗഹാർദ്ദം ഉണ്ടാക്കാൻ പ്രധാന കണ്ണി പിതാക്കന്മാരെ കൊണ്ടുപോയി പാറമേക്കാവിന്റെ ക്ഷേത്ര ഭരണാധികാരികളുടെ മുന്നിൽ വന്ന് സംസാരിക്കുവാനും പ്രദർശനം കാണുവാനുള്ള ഒരു കണ്ണിയായി പ്രവർത്തിച്ചത് അത് തിരുവമ്പാടിയിലും പാറമേക്കാവിലും പോയി പൂരം എല്ലാവരും പൂരമാണ്. ആഘോഷവേളകളിൽ രക്തം ദാനം ചെയ്യും എന്ന പ്രതിജ്ഞയെടുത്ത് CLC അംഗങ്ങൾ. CLC പുറ്റേക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തുന്ന CLC ത്രിദിന പരിശീലന ക്യാമ്പിലാണ് ലോക രക്തദാന ദിനത്തിൽ വേറിട്ട പ്രതിജ്ഞ നടന്നത്. 78 തവണ രക്തം ദാനം ചെയ്ത മേജർ PJ സ്റ്റൈജു പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. യുവജനങ്ങൾ രക്തദാന മേഖലയിലേക്ക് സജീവമായി കടന്നുവന്നാൽ ബ്ലഡ് ബാങ്കിലെ രക്തദൌർലഭ്യം ഒരു പരിധിവരെ പരിഹരിക്കാൻ സാധിക്കുമെന്നും അതിനായി മരിയൻ മക്കൾ മുന്നിട്ടിറങ്ങണമെന്നും മേജർ ആഹ്വാനം ചെയ്തു. ഇടതുകൈ ഹൃദയത്തോട് ചേർത്തുവച്ച് വലതുകൈയിൽ ചുവന്ന റോസാപ്പൂ ഉയർത്തിപ്പിടിച്ചാണ് CLC അംഗങ്ങൾ രക്തദാന പ്രതിജ്ഞ ചൊല്ലിയത്. 18ാം പിറന്നാൾ ദിനം മുതൽ രക്തദാനം നടത്തുമെന്ന പ്രതിജ്ഞയെടുത്ത കുട്ടികളും ഇക്കൂട്ടത്തിലുണ്ട്. യുവജനങ്ങളുടെ രക്തം തെരുവുകളിൽ ഒഴുക്കാനുള്ളതല്ലെന്നും അത് ചോര ഞരമ്പുകളിൽ നിന്ന് മറ്റൊരാളുടെ ഞരമ്പുകളിലേക്ക് സംവഹിക്കപ്പെട്ടതാണെന്ന് ഉദാഹരണ സഹിതം മേജർ സ്റ്റേജു പറഞ്ഞു. ബോധവൽക്കരണ പരിപാടിയിൽ കൊട്ടേക്കാട് ഫൊറോന പ്രസിഡന്റ് ആൻ തെരേസ റോജൻ, സെക്രട്ടറി റൊണാൾഡ് PA, ട്രഷറർ ഏഞ്ചോ ഷാജു എന്നിവരോടൊപ്പം ക്യാമ്പിലെ മറ്റ് CLC ഭാരവാഹികളും പങ്കെടുത്തു. വെള്ളിയാഴ്ച ആരംഭിച്ച പരിശീലനം ഞായറാഴ്ച സമാപിക്കും. സഹോദരി സഹോദരന്മാരെ, ഞാൻ എന്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. സ്നേഹവിപ്ലവം രക്തദാനത്തിലൂടെ എന്ന ആശയമുണ്ട്. ചുരിയാനുള്ളതല്ലെന്നും അത് ഞരമ്പുകളിൽ നിന്ന് മറ്റു ഞരമ്പുകളിലേക്ക് സംഭവിക്കപ്പെടേണ്ടതാണെന്നും 18ാം പിറന്നാൾ മുതൽ രക്തം ദാനം ചെയ്യുമെന്നും എന്റെ വീട്ടിലെ ആഘോഷങ്ങൾ എന്തുമാവട്ടെ മറ്റുള്ളവരെ സഹായിക്കുമെന്നും ഈശ്വരനാമത്തിൽ മറ്റൊരിടവേള കൂടി. മൂവായിരം സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നവീകരിച്ച മണ്ണുത്തിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ മാഗ്നോലിയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
ഇലക്ട്രോണിക് സ്കിൻ തെറാപ്പി, ഫിഷ് തെറാപ്പി തുടങ്ങി 26-ൽ പരം മാഗ്നോലിയ സ്പെഷ്യൽ തെറാപ്പിയുമായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അണിയിച്ചൊരുക്കിയ മാഗ്നോലിയ ബ്യൂട്ടി പാർലറിലേക്ക് ഏവർക്കും സ്വാഗതം. മാഗ്നോലിയ ലേഡീസ് ബ്യൂട്ടി പാർലർ, കൊടുങ്ങല്ലൂർക്കാവ് അമ്പലത്തിന് സമീപം, മണ്ണുത്തി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. വാർത്തകളിലേക്ക് വീണ്ടും. ഓപ്പറേഷൻ തൂഫാൻ അതിഥി തൊഴിലാളി വാസ കേന്ദ്രങ്ങളിൽ മിന്നൽ പരിശോധന നടത്തി. സിറ്റിയിലെ വിവിധ ഭാഗങ്ങളിലെ അതിഥി തൊഴിലാളികളുടെ വാസസ്ഥലങ്ങളിലാണ് കുന്നംകുളം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ SR സനീഷിന്റെ നേതൃത്വത്തിൽ അയനൂർ, പഴുന്നാന പ്രദേശങ്ങളിലും മെഡിക്കൽ കോളേജ് സ്റ്റേഷൻ പരിധിയിലെ വെളപ്പായ, മുളകുന്നുത്തുകാവ്, ഗുരുവായൂർ സ്റ്റേഷൻ പരിധികളിലും റെയ്ഡ് നടത്തിയത്. ഒല്ലൂർ സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസിന്റെ തിരുനാളിന്റെ രൂപമെഴുന്നള്ളിക്കൽ തിരുക്കർമ്മങ്ങൾ ഇടവക വികാരി ഫാദർ വർഗീസ് കുത്തൂരിന്റെ കാർമ്മികത്വത്തിൽ നടന്നു. ദീപാലങ്കാരം സ്വിച്ച് ഓൺ നടന്നതിനു ശേഷം അന്തോണി നാമധാരി സംഗമവും പാരിഷ് ഹാളിൽ നടന്നു. ഞായറാഴ്ച ആഘോഷമായ വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ജിയോ ആലപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ഷിജോ ചിരിയങ്കണ്ടത്ത് തിരുനാൾ സന്ദേശം നൽകി. പ്രദക്ഷിണവും നേർച്ച പായസ വിതരണവും ഉണ്ടായിരുന്നു. വൈകിട്ട് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം തൃശൂർ കലാസദന്റെ എന്റെ പിഴ എന്ന നാടകം മാലാഖയുടെ പന്തൽ ഹാളിൽ നടക്കും. വികാരി ഫാദർ വർഗീസ് കുത്തൂർ, സഹവികാരിമാരായ ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ, ഫാദർ ജിജോ തറയിൽ, ഡീക്കൻ സിറിൽ വട്ടക്കാട്ടുശ്ശേരി എന്നിവരും കൈക്കാരന്മാരായ ജെയ്സൺ പ്ലാക്കൽ, ഷോണി അക്കര, ഷാജു പടിക്കല, ജോഫി ജോസ് ചിറമൽ എന്നിവരും നേതൃത്വം നൽകുന്നു. പറവട്ടാനി വിമലനാഥ ദേവാലയത്തിൽ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. തിരുനാൾ ദിനം, വിശുദ്ധ കുർബാന, നൊവേന തുടങ്ങിയവയ്ക്ക് ഫാദർ വികാരി ജെയിംസ് ഇഞ്ചോടിക്കാരൻ നേതൃത്വം നൽകി. നേർച്ച ഭക്ഷണ വിതരണം, തിരുനാൾ പാട്ടു കുർബാന എന്നിവയ്ക്ക് റവറന്റ് ഫാദർ അനൂജ് ചാലിൽ നേതൃത്വം നൽകി. ഫാദർ ഡെൽജോ കരേരക്കാട്ടിൽ സഹകാർമ്മികനായിരുന്നു. മീഡിയ കത്തോലിക്ക ഡയറക്ടറാണ് അദ്ദേഹം. പള്ളിക്ക് ചുറ്റും പ്രദക്ഷിണം, തിരുശേഷിപ്പ് വണങ്ങൽ, നേർച്ച ഭക്ഷണ വിതരണം എന്നിവ ഇടവക വികാരി ഫാദർ ജെയിംസ് ഇഞ്ചോടിക്കാരൻ, കൈക്കാരന്മാർ ഷാജു കോട്ടപ്പറമ്പിൽ, ബിന്നി ഒലക്കെങ്കിൽ, പ്രഭുദാസ് പാടങ്ങാടൻ എന്നിവർ നേതൃത്വം നൽകി.
പറവട്ടാനി വിമലനാഥ പള്ളി ഇവിടെ സ്ഥാപിതമായിട്ട് പുതുക്കി പണിതിട്ട് ഏകദേശം 54 വർഷമായി. പക്ഷെ അന്ന് ഈ പള്ളിയുടെ പേര് അന്തോണീസ് പുണ്യവാളുടെ പേരിലായിരുന്നു ഈ പള്ളി അറിയപ്പെട്ടിരുന്നത്. പിന്നീട് പള്ളി പുതുക്കി പണിയുന്ന സമയത്ത് ആ പേര് മാറ്റിയിട്ട് വിമലനാഥയുടെ പേരാക്കി മാറ്റി. എങ്കിലും ഇവിടെയുള്ള വിശ്വാസികൾക്ക് അന്തോണീസിനോടുള്ള ഭക്തിയും വിശ്വാസവും വളരെ കൂടുതലായതുകൊണ്ട് ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന മഞ്ഞളച്ചൻ്റെ സമയത്താണ് ഈ പള്ളി ഇവിടെ ആരംഭിക്കുന്നതെങ്കിലും നമ്മുടെ പോൾ വട്ടക്കുഴി അച്ഛൻ ഇവിടെ വികാരിയായിരുന്ന സമയത്താണ് ഊട്ടുപെരുന്നാൾ അന്തോണീസ് പുണ്യവാന്റെ നാമധേയത്തിൽ ഇവിടെ ആരംഭിക്കുന്നത്. പിന്നീട് അന്തോണീസ് പുണ്യവാനോടുള്ള ഭക്തി കൂടുതൽ ശക്തമാക്കാൻ വേണ്ടിയിട്ട് തൊട്ടു മുമ്പുണ്ടായിരുന്ന വികാരിച്ചൻ റോയ് മൂക്കൻ അച്ഛൻ, ഡോക്ടർ റോയ് മൂക്കൻ റോമിൽ ഇറ്റലിയിൽ പോയി വിശുദ്ധ അന്തോണീസിന്റെ തിരുശേഷിപ്പ് അവിടെ കൊണ്ടുവരികയും ഇവിടെ മനോഹരമായിട്ടുള്ള ഒരു പീഠത്തിൽ സ്ഥാപിക്കുകയും ചെയ്തു. അതിനുശേഷം ഇവിടെ ഒരുപാട് ഭക്തജനങ്ങൾ ചൊവ്വാഴ്ച ദിവസം രാവിലെയും വൈകിട്ടും കുർബാനകളിൽ സംബന്ധിക്കുന്നു. ഇപ്പോൾ ഇവിടെ ഊട്ടുപെരുന്നാൾ 26 വർഷമായെങ്കിലും തിരുശേഷിപ്പ് വന്നിട്ട് 1 വർഷം കഴിഞ്ഞിട്ടുള്ളൂ. ഇവിടെ ഏകദേശം 5000-ലധികം പേർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട് ഈ ദിവസം, പ്രത്യേകിച്ച് ഈ ദിവസം. അതോടൊപ്പം തന്നെ ഒരുപാട് കാരുണ്യ പ്രവർത്തികളും മറ്റുള്ളവർക്ക് ഈ അനാഥ മന്ദിരങ്ങളിലൊക്കെ ഭക്ഷണം കൊടുക്കലും അരി കൊടുക്കലൊക്കെ ആയിട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ നാടിന് ഒരുപാട് അനുഗ്രഹങ്ങൾ വിശുദ്ധ അന്തോണീസ് വഴിയായി കിട്ടിയതുകൊണ്ട് എല്ലാവരും അതിനോട് കൃതജ്ഞതയുള്ള വ്യക്തികളാണ്. പ്രത്യേകിച്ചും നഷ്ടപ്പെട്ട വസ്തുക്കൾ കണ്ടുകിട്ടുന്നവരുടെ പ്രത്യേക മധ്യസ്ഥന നിലയിൽ നഷ്ടപ്പെട്ട വസ്തുക്കൾ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് പുണ്യവാനോട് പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹമാണുള്ളത്. ഒരു നല്ലൊരു ആരാധന സമൂഹം ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ കുർബാനയ്ക്കൊക്കെ നിറയെ ആളുകളുണ്ട്. നല്ലൊരു സംഘം കൈക്കാരന്മാരായിട്ടും കേന്ദ്ര സമിതിയായിട്ടും ഏകോപന സമിതിയായിട്ടും അതുപോലെ തന്നെ മറ്റ് സംഘടനകളായിട്ടും ഇവിടെ ഏത് പ്രോഗ്രാം വെച്ചാലും നന്നായിട്ട് സഹകരിക്കുന്ന വലിയൊരു വിഭാഗം ആളുകളുണ്ട്. അത് കൊച്ചുകുട്ടികൾ മുതൽ പ്രത്യേകിച്ച് പറഞ്ഞ ഓൾട്ടർ വോയ്സ് മുതൽ എല്ലാവരും തന്നെ ഇതിനോട് സഹകരിക്കുന്നുണ്ട്. അപ്പോൾ ഈ തിരുനാളിൻ്റെ ആശംസകൾ എല്ലാവർക്കും നേരുകയാണ്. കൂടുതൽ ഈ ഭക്തിയും വിശ്വാസവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പുണ്യവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നന്ദി. തിളക്കം SSLC+2 പരീക്ഷകളിൽ വിജയിച്ച വിദ്യാർത്ഥികളെ ആദരിച്ചു. തെക്കുംപാടം 10ാം വാർഡ് മെമ്പർ കൃഷ്ണേന്ദു പ്രശാന്തിന്റെ നേതൃത്വത്തിൽ തിളക്കം 2026 എന്ന പേരിൽ SSLC+2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെയും വാർഡിൽ വിജയിച്ച മുഴുവൻ വിദ്യാർത്ഥികളെയും ആദരിച്ചു. പഞ്ചായത്ത് അംഗം കൃഷ്ണേന്ദു പ്രശാന്ത് ഭദ്രദീപം തെളിയിച്ചു. കല്ലിടുക്ക് അടിപ്പാതയ്ക്കായി നിയമസമരങ്ങൾക്ക് നേതൃത്വം നൽകിയ സുഭാഷ് കല്ലിടുക്കലിനെയും ഇന്റർനാഷണൽ കരാട്ടെ മത്സരത്തിൽ ചാമ്പ്യൻഷിപ്പ് നേടിയ ഋഷികേശിനെയും ആദരിച്ചു. സേവാഭാരതി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS പീതാംബരൻ അധ്യക്ഷനായി. സംഘ് ജില്ലാ സഹസേവാ പ്രമുഖ് അനിൽ കോതൂർ മുഖ്യപ്രഭാഷണം നടത്തി. പ്രതീഷ് കുണ്ടുവാറ, ബിനു നാരായണൻ എന്നിവർ ആശംസകൾ അറിയിച്ചു. വാർഡ് വികസന സമിതി അംഗം ജയൻ കണ്ടമ്പുള്ളി സ്വാഗതവും BJP ബൂത്ത് പ്രസിഡന്റ് ബിജു കൊല്ലമറ്റം നന്ദിയും അറിയിച്ചു. വിജയികൾക്കെല്ലാം മെമ്പർ മെമന്റോ നൽകി ആദരിച്ചു. വാർഡ് വികസന സമിതി അംഗങ്ങളും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു. ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ വേണ്ടി ഞാൻ ആശംസിക്കുന്നു. പിന്നെ കരാട്ടയിൽ നാഷണൽ ചാമ്പ്യൻഷിപ്പ് കിട്ടിയ ഋഷികേശിന് വളരെയധികം അനുമോദനം നടത്തുന്നു. പിന്നെ നമ്മുടെ സുഭാഷ് ഏട്ടൻ കല്ലിടുക്കിലെ അടിപ്പാത നമുക്ക് സാധ്യമാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രയത്നിച്ചു. സുഭാഷ് ഏട്ടനെയും ഒരുപാട് അഭിനന്ദിക്കുന്നു. പിന്നെ എല്ലാവർക്കും ഒരുപാട് ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. വലിയ പ്രസംഗമൊന്നല്ല കേട്ടോ, മുഖ്യ പ്രഭാഷണം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പ്രസംഗം കൂടിയും കേൾക്കണല്ലോ എന്നുള്ള ഒരു മടുപ്പിലാണ് കുട്ടികളൊക്കെ ഇരിക്കുന്നത്. 1-2 കാര്യങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുക എന്ന് മാത്രമേ ഉള്ളൂ. നേരത്തെ നമ്മുടെ അധ്യക്ഷൻ ഇതുപോലെ തന്നെ കുറച്ചു കാലം മുമ്പൊക്കെ നമ്മൾ കുട്ടികൾ അത്ര കേട്ടിട്ടുണ്ടായിരിക്കും, മുതിർന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ കേൾക്കുന്ന ഒരു കാര്യമായിരുന്നു, ലോകത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ള 2ാമത്തെ രാജ്യമാണ് നമ്മുടെ രാജ്യം, ഭാരതം എന്ന് പറയുന്ന 2ാമത്തെ രാജ്യം. ഇപ്പൊ അത് 1ാമതായി. അപ്പൊ അന്നൊക്കെ നമ്മൾ ഈ ജനങ്ങൾ ഇത്രയധികം ജനങ്ങളായി എങ്ങനെ ശരിയാവുക, ഇവരെയൊക്കെ എങ്ങനെയാ തീറ്റിപ്പോയിട്ട്, ഇവർക്കൊക്കെ എങ്ങനെയാ വീട് ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ കൊടുക്കുക. അപ്പൊ നമ്മുടെ ഈ സമ്പത്ത് ജനങ്ങളെ ഒരു ബാധ്യതയായിട്ട് കണക്കാക്കുന്ന ഒരു കാലഘട്ടം നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു. അധികം മുന്നൊന്നല്ല, അവിടുത്തെ ഒരു 10-15 വർഷം മുമ്പ് വരെ ജനങ്ങളൊരു ബാധ്യത എന്ന തരത്തില് പൊതുവെ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. ഒരു പൊതു അവലോകനം എന്നൊക്കെ പറയുന്ന മാതിരി എല്ലാവരും അങ്ങനെ പറഞ്ഞാണ്, നമ്മുടെ രാജ്യത്താണ് കൂടുതൽ ജനങ്ങൾ, അതൊരു മോശമായിട്ടൊക്കെ കണക്കാക്കിയിരുന്നു. സത്യത്തിൽ അതൊരു മോശമല്ല. ഇപ്പോ കുറച്ചു കാലങ്ങളായിട്ട് ഇത് നമ്മൾ നേട്ടമായിട്ടാണ് കാണുന്നത്, വലിയ നേട്ട. കാരണം നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് മനുഷ്യ സമ്പത്താണ്. നമ്മൾക്ക് ഓരോരുത്തർക്കും
നമ്മുടെ നാടിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയും. നമ്മുടെ സുരേഷിന്റെ മകനാണ് അദ്ദേഹം. എല്ലാവിധ അഭിനന്ദനം. വടക്കാഞ്ചേരി SSLC +2 CBSE പരീക്ഷയിൽ വിജയിച്ച 5ാം വാർഡിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും മണലിത്തറ ഉമ്മൻചാണ്ടി സ്മാരക ട്രസ്റ്റിന്റെ ആദരം. മുൻ പഞ്ചായത്ത് പാർലമെന്ററി ലീഡർ AR കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു. ട്രസ്റ്റ് ചെയർമാൻ ജോഫി ചെറിയത്ത് അധ്യക്ഷനായി. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അനീഷ് കണ്ടമ്മാട്ടിൽ വിദ്യാർത്ഥികളെ ആദരിച്ചു. TA ശങ്കരൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. എല്ലാ ജനങ്ങൾക്കും കുടിവെള്ളം എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുമാതിരി തന്നെ കിടപ്പ് രോഗികൾക്ക് യൂത്ത് കോൺഗ്രസിന്റെ പേരിലും മണ്ഡലം യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റിന്റെ നേതൃത്വത്തിലും മരുന്ന് വിതരണം കിടപ്പ് രോഗികൾക്ക് കൊടുക്കുകയും അതുമാതിരി തന്നെ വളരെയധികം പാവപ്പെട്ട ജനങ്ങൾക്ക് കിറ്റ് നൽകിക്കൊണ്ടും അങ്ങനെ ഒട്ടനവധി നല്ല പ്രവൃത്തികൾക്ക് ഊന്നൽ നൽകുന്ന ഈ ഉമ്മൻചാണ്ടി സ്മാരക ട്രസ്റ്റിന്റെ ഇന്നത്തെ ഈ പരിപാടിയുടെ അധ്യക്ഷത വഹിക്കുന്ന നമ്മുടെ ഏവരുടെയും ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് നാളെ ആരാവും എന്നുള്ളത് ഇപ്പോൾ പ്രവചിക്കാൻ പറ്റില്ല. നിങ്ങൾ പഠിച്ച് വലുതാവുമ്പോൾ നിങ്ങളുടെ സമയമാണ് ഇപ്പോൾ. ഏത് വഴി തിരിയണം എന്ന് തീരുമാനിക്കുന്ന സമയമാണ് ഇപ്പോൾ. നാളെ നിങ്ങൾക്ക് ഒരു ഡോക്ടറാവാം, ഒരു കളക്ടറാവാം, ഒരു മുഖ്യമന്ത്രിയാവാം, ഒരു മന്ത്രിയാവാം. ഇതൊക്കെ ഇപ്പോൾ നമ്മൾ വിചാരിച്ചാൽ നടക്കുന്ന കാര്യമുള്ളൂ. നിങ്ങൾക്കൊരു ജോലി കിട്ടുമ്പോഴും അതേപോലെ തന്നെ നമുക്ക് ഓരോ ജോലികളിൽ ഏർപ്പെടുമ്പോഴും നാടിന് വേണ്ടി പ്രയത്നിക്കുക. നമ്മുടെ നാട്ടിൽ ഇതേപോലെ പാവങ്ങളായ കുറേ ആളുകളുണ്ട്. അവരെ സഹായിക്കാനുള്ളൊരു ഒരു മനസ്സും കൂടി നിങ്ങളുടെ കയ്യിൽ വളർത്തിയെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് നമ്മൾ ഉമ്മൻചാണ്ടി സ്മാരക ട്രസ്റ്റിൻ്റെ പേരിൽ ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിക്കുന്നത്. കഴിഞ്ഞ 7 വർഷക്കാലമായി നമ്മൾ ഈ SLC +2 ജയിച്ച പിള്ളേരുകൾക്ക് നമ്മുടെ അനിയന്മാർക്ക് ഇതേപോലെ ട്രോഫി കൊടുത്ത് അവരെ സ്വീകരിക്കുന്നത്. അത് അവരിനിയും ഇതിനേക്കാൾ വലിയ വിജയങ്ങൾ കരസ്ഥമാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ സംഭവം നമ്മളോട് ചെയ്യുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുട്ടനല്ലൂർ സെന്ററിലെ രൂക്ഷമായ ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് BJP കുട്ടനല്ലൂർ ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ജനകീയ ധർണ BJP സംസ്ഥാന കൌൺസിൽ അംഗം സുന്ദരരാജൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി മുട്ടിക്കൽ സെന്ററിനു സമീപം കാട്ടുപന്നി കുറുകെ ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം തെറ്റിയ ടെമ്പോ ട്രാവലർ മരത്തിലിടിച്ച് യാത്രക്കാരായ 15 പേർക്ക് പരിക്കുപറ്റി. മണ്ണുത്തി സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ ഊട്ടുതിരുനാളിനോടനുബന്ധിച്ച് ലോക രക്തദാന ദിനമായ ഇന്ന് IMA ബ്ലഡ് ബാങ്കുമായി സഹകരിച്ച് ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് നടത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.